മഴ തോരും മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയും ഔതക്കുട്ടിയുടെ സ്റ്റാൻലിയുടെയും എൽസമ്മയുടെയും കാര്യം പറയുകയാണ്. അലീന പറയുന്നുണ്ട്, അച്ഛന് മക്കളുടെ വിലയെ അറിയത്തില്ല, മക്കൾക്ക് അച്ഛൻ്റെ വിലയെ അറിഞ്ഞൂടാ. ഇങ്ങനെ അങ്ങോട്ടേയും ഇവിടെയും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തടുപ്പം ഉണ്ടാവുന്നത്? മക്കളുടെ കാര്യമൊന്നും അച്ഛനും അറിയത്തില്ല. അച്ഛൻ്റെ സ്വഭാവം എന്താണോ, അച്ഛൻ എങ്ങനെയാണെന്നോ മക്കൾക്കും അറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞ് മാത്രമുള്ള അറിവേ മക്കൾക്കുള്ളൂ. അച്ഛൻ്റെ അമ്മയുടെ വില നല്ലവണ്ണം അറിഞ്ഞ ആളാണ് ഞാൻ. പണ്ട് കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓരോ അച്ഛനും അമ്മയൊക്കെ മക്കളെ കൊണ്ടുവരും. കാറിലും ഓട്ടോയിലും സ്കൂട്ടറിലൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരച്ഛനുണ്ടായിരുന്നെങ്കിൽ, ഒരു ഉമ്മ കിട്ടിയിരുന്നെങ്കിൽ, എന്നെ കൊണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെയൊക്കെ വില നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് അലീന നന്നായിട്ട് സങ്കടപ്പെടുമ്പോൾ അവതക്കുട്ടി പറയാണ്, മോള് വിഷമിക്കണ്ട എന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അതുകൊണ്ടാണ് വല്യപ്പച്ച ഞാൻ പറഞ്ഞത്, അച്ഛനെയും മക്കളെയും തമ്മിൽ അടുപ്പിക്കണം. അച്ഛൻ്റെ വില എന്താണെന്ന് മക്കൾ പറയണം, മക്കളുടെ വില എന്താണെന്ന് അച്ഛനും അറിയണം. അവർ തമ്മിൽ സ്നേഹിച്ചു ഒരിടത്ത് തന്നെ കഴിയണം. അതിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമില്ല മോളെ, അതൊക്കെ എപ്പോഴും മറഞ്ഞുപോയ കുറേ കഥകൾ മാത്രമാണ്. ഇനി അതൊന്നും നടക്കത്തില്ല എന്ന് പറയാണ്. അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന റീത്തമ്മയെ. അവൾ ഒരു തരത്തിലും എൽസമ്മയും മക്കളെയും ഇങ്ങോട്ട് വിടത്തില്ല, അവർ ഒന്നിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയാണ്. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ വല്യപ്പച്ച, വല്യപ്പച്ചനെ എൻ്റെ കൂടെ കാണത്തില്ലേ, പിന്നല്ലാതെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് മോളെ എന്ന് പറയാണ്. ഈ സമയത്ത് സ്റ്റാൻലി നേരെ പോയിരിക്കുന്ന പുനലൂരേക്കാണ്, കൊട്ടാരമറ്റത്ത് വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം അവിടെ അലക്സും റോബിയും എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് ചെല്ലുന്നത്. നല്ല ദേഷ്യം പിടിച്ചാണ് സ്റ്റാൻലി ചെല്ലുന്നത്. അപ്പോൾ സ്റ്റാൻലിയെ കാണുമ്പം അലക്സിന് റോബിക്കൊക്കെ നല്ല ഒരു ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആൻസി ചെന്ന് പറയുന്നുണ്ട്, ലാലിച്ചൻ എത്തിയിട്ടുള്ള കാര്യം റോബിയുടെ അടുത്തും അലക്സിൻ്റെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ അലക്സ് പറയാണ്, അതിൻ്റെ ഇടയ്ക്ക് ലാലിച്ചൻ ഇങ്ങ് എത്തിയോ? അപ്പോഴത്തേക്ക് സ്റ്റാൻലി കയറി വന്ന് അവരെല്ലാവരും കൂടെ 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അലീനയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം റോബി പറയുന്നുണ്ട്, ലാലിച്ച, ഇങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു മാനക്കേടാണ്. അവിഹിത സന്തതി എന്ന് അതിനെല്ലാവരും വിളിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത്രയും നാൾ എൻ്റെ മകൾ അനാഥയായിട്ടാണ് ജീവിച്ചത്. ഇനിയും അങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനി അങ്ങനെ അവളെ അനാഥാലയത്തിലോട്ട് കളയാൻ എനിക്ക് പറ്റത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു മകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ എൻ്റെ കൂടെ കൂട്ടിയെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ അലക്സ് പറയുന്നുണ്ട്, ലാലിച്ച വിചാരിക്കുന്ന പോലെ ഇതൊരു നിസ്സാര കാര്യമല്ല. ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് അറിയാവോ? മാത്രവുമല്ല ഈ റീത്തമ്മ ചേച്ചി വലിയ പ്രശ്നമാക്കിയിരിക്കുകയാണ്. അവിടെ എൽസമ്മ ചേച്ചിയും മക്കളും ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ എന്ത് മാനക്കേടാ. മക്കൾക്കൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോകാൻ പറ്റുമോ? അവർക്കും ഇതിൻ്റെ നാണക്കേട് അനുഭവിക്കേണ്ടി വരത്തില്ലേ? ഇതൊക്കെ എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ ലാലിച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അലക്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ഒന്നിനെയും കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇനി വരുന്നത് എന്താണെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ മകളെ കണ്ടെത്തി അവൾ ഇത്രയും നാൾ അനാഥാലയത്തിൽ കഴിഞ്ഞ് ഇനി അവൾക്ക് ആരുമില്ലെന്നൊരു തോന്നലുണ്ടാവാൻ പാടില്ല. അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലക്സ് പറയുന്നുണ്ട്, നമ്മുടെ കൂടെ നിർത്തണമെന്ന് എന്താ ഇത്ര വാശി? ആ കൊച്ചിനെ എങ്ങോട്ടെങ്കിലും മാറ്റി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ പോലെ ലാലിച്ചന് കൂടെ നിർത്തണമെന്ന് എന്താ ഇത്ര വാശി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇത്രയും നാൾ അവൾ ആരുമില്ലാതെ ഒറ്റപ്പെട്ടല്ലേ കഴിഞ്ഞത്, ഇനി എൻ്റെ കൂടെ നിൽക്കട്ടെ, അവൾ എൻ്റെ മകളായിട്ട് ജീവിക്കട്ടെ എന്ന് പറയാണ്. പോയ തെറ്റൊന്നും ഇനി തിരുത്താൻ പറ്റത്തില്ലല്ലോ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോഴും റോബിയും പറയുന്നുണ്ട്, ലാലിച്ച ഒന്നും കൂടി ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആൻസി ചായയായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ആൻസി അവിടെ ഇരിക്കുകയാണ്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒന്നുമില്ല. നിങ്ങളാരും എൻ്റെയും അലീനയുടെയും കാര്യത്തിൽ ഇടപെടാൻ വരല്, ഒരഭിപ്രായവും പറയാൻ വരല്. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ അലക്സ് പറയുന്നുണ്ട്, ഞങ്ങൾ പറയാൻ വന്നില്ലെങ്കിലും റീത്താമ്മ ചേച്ചി ഇത് പ്രശ്നമാക്കി അങ്ങോട്ട് വരുത്തില്ലയോ? അപ്പോൾ ലാലിച്ചൻ എന്ത് ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, അതിന് എന്താ വേണ്ടുന്നതെന്ന് എനിക്കറിയാം. റീത്താമ്മയ്ക്ക് കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം. വരുന്നിടത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ വരില്ലേ, ഈ പ്രശ്നം ഞാൻ തീർത്തോളാം. അലീനയും എൻ്റെയും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരില്ലെന്ന് പറയുകയാണ്. അപ്പം അലക്സിനെ റോബിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അലക്സ് പറയുന്നുണ്ട്, പക്ഷേ ഇത് എല്ലാവരെയും ബാധിക്കത്തില്ലേ ലാലിച്ച എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇത് ആരെയൊക്കെ ബാധിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളാരും ഇതിനകത്ത് ഇടപെടാൻ വരില്ലെന്ന് പറയണം. അങ്ങനെ സ്റ്റാൻലി ഉറച്ച തീരുമാനം പറയാണ്. ആരും കൊട്ടാരമറ്റത്തിലുള്ളവരാരും അലീനയുടെയും സ്റ്റാൻലിയുടെയും കാര്യത്തിൽ ഇടപെടലെന്ന് താക്കീത് കൊടുക്കുകയാണ്. ഈ സമയത്ത് കടപ്പാട്ടൂരും ആകെപ്പാടെ പ്രശ്നമായിരിക്കുകയാണ്. ബബിതയാണെങ്കിൽ അമലിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. അമലിനെ ഫോൺ വിളിച്ചിട്ട് അമൽ എടുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എടുത്തപ്പം അമൽ പറഞ്ഞത്, നിൻ്റെ ആ വേലക്കാരി ഉണ്ടല്ലോ അടിച്ചെന്നെ ഇറക്കി വിട്ട്, അന്ന് നീയൊന്നും മിണ്ടിയില്ലല്ലോ, ഇനി നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ
പോകണ്ടെന്നും പറഞ്ഞ് അമൽ ബബിതയെ ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ ബബിത ആകെപ്പാടെ ടെൻഷനിലും സങ്കടത്തിലും ദേഷ്യത്തിലേക്കാണ്. വീണ്ടും ബബിത പഴയ പോലെ അമലിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അമലിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടാഞ്ഞാണ്ട് ബബിത അമലിനെ തിരക്കി ജിമ്മിലും മറ്റുള്ളിടത്തെല്ലാം തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അമലിനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ബബിത കാണുവാണ്. അപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ദൂരെ മാറിയെന്ന് ബബിത ഇത് കാണുന്നുണ്ട്. ആ പെൺകുട്ടിയായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ബൈക്കിൽ കയറി പോകുന്നത് കാണുന്നുണ്ട്. അപ്പം ബബിതയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ബബിതയ്ക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് തന്നെ ചതിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്രയും നാൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെയും തന്നെ ഒഴിവാക്കി വിട്ടതും അതുകൊണ്ടാണ് ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ബബിത നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് മുറി അടച്ചിരിക്കുകയാണ്. നല്ല സങ്കടത്തിലും ദേഷ്യത്തിലാണ്. മാനസികമായി നന്നായിട്ട് തകർന്നിരിക്കുകയാണ്. ആരുടെ ഒരു സപ്പോർട്ടോ ഒന്നും കിട്ടുന്നില്ല. ബബിതയ്ക്ക് എന്ത് പറ്റിയെന്നോ ബബിതയുടെ കാര്യം അന്വേഷിക്കാനോ ആ വീട്ടിൽ ആരുമില്ല. ബബിത ഇങ്ങനെ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് മുറിയിലിരിക്കുകയാണ്. എന്നിട്ട് തനിയെ പറയാണ്, അവൻ എന്നെ ചതിച്ചു, ഞാൻ അവനെ വെറുതെ വിടത്തില്ല, അവനെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെ ഇരുന്ന് സംസാരിക്കണം ഒറ്റയ്ക്കിരുന്ന്. അവനെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ, അതൊരിക്കലും നടത്തില്ല, ഈ ബബിത ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആരും ബബിതയുടെ കാര്യം അന്വേഷിക്കാനോ ചോദിക്കാനോ വരുന്നില്ല. ഈ സമയത്ത് രാത്രി ആയപ്പോഴത്തേക്ക് ബാലചന്ദ്രനെ കാണുന്നില്ല. കൃഷ്ണമോളിങ്ങനെ അച്ഛനെയും കാത്തിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ട് വന്നില്ല. അപ്പം വൈജി അങ്ങോട്ട് വന്ന് കൃഷ്ണ എടുത്ത് വയ്ക്കുന്നുണ്ട്. നിൻ്റെ അച്ഛൻ എവിടെ പോയിരുന്നു, വല്ലതും വിളിച്ച് പറഞ്ഞായിരുന്നു ചോദിക്കുകയാണ്. ഇല്ലെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. പണ്ട് ഇങ്ങനെയുള്ളൊരു ശീലമൊന്നും ഇല്ലായിരുന്നു ബാലചന്ദ്രന്, പുതിയ പുതിയ ശീലങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് വൈജി അങ്ങ് പോവുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ നല്ലവണ്ണം കുടിച്ചിട്ടുണ്ട്. ഒരു ബോധമില്ലാത്ത രീതിയിൽ കാറ് കൊണ്ട് നിർത്തിയിട്ട് ആടി ആടി വന്ന് ബെല്ലടിക്കുകയാണ്. ഭയങ്കര സങ്കടത്തോടെ വിഷമത്തോടെ കുടിച്ചൊരു ബോധമില്ലാതെ വന്ന് നിൽക്കുകയാണ്. ബെല്ലടിക്കുമ്പോൾ കൃഷ്ണ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രനെ കാണുമ്പോൾ കൃഷ്ണയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഒരു ബോധവും ഇല്ലാതെ കുടിച്ചിങ്ങനെ ആടി നിൽക്കുകയാണ്. അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോളെ, അച്ഛനൊന്നും പറ്റിയില്ല, അച്ഛൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടായിരിക്കുകയാണ്. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു മനസമാധാനത്തിന് വേണ്ടി കുറച്ച് കുടിച്ച്, അച്ഛനെ അറിഞ്ഞൂടെ അച്ഛന് വെയ്യാന്ന്, പിന്നെ എന്തിനാ കുടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രനെ പിടിച്ചുകൊണ്ട് വരികയാണ്. എനിക്ക് കുറച്ചെങ്കിലും സമാധാനം വേണ്ടേ മോളെ, ഒരു സമാധാനവും ഇല്ല, അതുകൊണ്ട് അച്ഛൻ ഇച്ചി കുടിച്ചതെന്ന് പറയാണ്. മോളങ്ങ് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ നടന്നു വരികയാണ്. കൃഷ്ണ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് വൈജ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബാലചന്ദ്രന് ഒരു ബോധമില്ലാതെ ബാലചന്ദ്രനെ കൃഷ്ണ പിടിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ ചെറിയ സങ്കടവും വരുന്നുണ്ട്. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ ഒരു ബോധമില്ലാതെ വൈജി ഇങ്ങനെ ദേഷ്യം നോക്കുകയാണ്. അപ്പോൾ വൈജിയും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നെ ഈ അവസ്ഥയിലാക്കിയതിന് ഒരേ ഒരു കാരണം ഇവളാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജി ഒന്നും ഞെട്ടുന്നുണ്ട്. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, വാ അച്ഛാ നമുക്ക് പോയി കിടക്കാം. എന്താ എനിക്കൊന്നും സംസാരിച്ചൂടെ, ഞാൻ പറയട്ടെ മോളെ, അച്ഛനൊന്നും പറയണ്ട, അച്ഛൻ ഇപ്പം ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്, വാ മോളെ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിൽ എൻ്റെ ജീവിതം നശിപ്പിച്ചതിന് ഒരേ ഒരു കാരണം ഈ നിൽക്കുന്നവളാണെന്നും പറയാണ്. അപ്പം ബാലചന്ദ്രനെ കൃഷ്ണ പിടിച്ചുകൊണ്ട് പോവാണ്. അച്ഛനൊന്നും പറയണ്ട, വാ അച്ഛാ നമുക്ക് പോയി കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് കൃഷ്ണൻ. ബാലചന്ദ്രനാണെങ്കിൽ ഒരു ബോധവും ഇല്ല. വൈജയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ദേഷ്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സർവ്വതും നശിച്ചെന്ന രീതിയിൽ കുടിച്ച് ഒരു ബോധവും ഇല്ലാതാണ് ബാലചന്ദ്രൻ വന്നിരിക്കുന്നത്.